നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ കാണുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇത്തരം സ്ട്രീറ്റ് ലൈറ്റുകൾ വളരെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ പ്രകാശം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മുടെ റോഡുകളിലൂടെ ഈ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ പോലും വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് യാതൊരു നേരും നെറിയില്ലാത്ത തരത്തിലാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരവസ്ഥയിൽ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ ബ്രൈറ്റ് ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം, ഒരു ഡ്രൈവിംഗ് സംസ്കാരമാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ ഈ റോഡുകളിലെ ഇത്തരം ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ വളരെ പ്രകാശമയമായ, വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ വളരെയേറെ പ്രകാശം കാണുന്ന തരത്തിൽ വളരെ പ്രകാശിപ്പിക്കുന്ന, വളരെ പ്രകാശം പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റുകൾ ഫിറ്റ് ചെയ്താൽ, ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബ്രൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അതേസമയം നമുക്കിവിടെ ഈ റോഡ് സൈഡുകളിൽ വീടുകളും കടകളും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് ഒരല്പം ലൈറ്റ്, ആ കടകളുടെയും വീടുകളുടെയും ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് ഇല്ലാതെ ഡിം ലൈറ്റ് വെച്ച് നമുക്ക് വാഹനം ഓടിക്കാം. പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിന്റെ വിവിധ മേഖലകളുണ്ട്, കേരളത്തിന്റെ വിവിധ മേഖലകൾ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ലൈറ്റുകൾ വളരെ ചെറിയ പ്രകാശം ജ്വലിപ്പിക്കുന്ന ലൈറ്റുകളും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്കൊരു പരിഹാരം ഉണ്ടാകണം. കാരണം ഇത് ഒരു ജീവൻ പണയം വെച്ചിട്ടുള്ള യാത്രയാണ്. പലപ്പോഴും കേരളത്തിലെ റോഡുകളിൽ, നിരത്തുകളിലൂടെ വാഹനങ്ങൾ നിയമവും നീതിയും ഒക്കെ നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്ന, മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വാഹനം ഓടിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ ലൈറ്റുകളുടെ സ്ഥാനത്ത് ധാരാളം നല്ല രീതിയിൽ പ്രകാശിക്കുന്ന ലൈറ്റുകൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. കാരണം യാതൊരു തരത്തിലുള്ള ഒരു സംസ്കാരം, വളരെ മോശമായ സംസ്കാരമാണ് നമ്മുടെ ഡ്രൈവിംഗ് സംസ്കാരം. മറ്റൊരാളിനെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാം, ഏത് രീതിയിലും ഏത് ഇടവഴികളിലൂടെയും ഏതൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ആ ഗ്യാപ്പിലൂടെ കയറിപ്പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. കാരണം നമ്മുടെ ആൾക്കാർക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമഭയം വളരെ കുറവുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പം ഇവിടെ എങ്ങനെയും കയറിപ്പോകാം. യാതൊരു ട്രാക്കിംഗ്, റോഡിലെ ഗതാഗത സംവിധാനങ്ങൾ വളരെ മോശമായിരിക്കും. ലൈനിലൂടെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ലൈനിലൂടെ വാഹനങ്ങൾ ഓടിക്കുക എന്നുള്ളതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. നമ്മുടെ നാട്ടിലുള്ളവർക്ക്, വാഹന ഉപയോക്താക്കൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ അതുകൊണ്ട് ഈ റോഡിലെങ്കിലും ഈ ബ്രൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുക, കണ്ണിന്റെ പീസ് അടിച്ചു പോകുന്ന, കണ്ണിന്റെ റെറ്റിനെ അടിച്ചു പോകുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഒപ്പം വലിയ പ്രകാശമാണ് ഈ ബ്രൈറ്റ് ലൈറ്റിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നത്. ഈ സമയത്ത് വാഹനം ഓടിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ലൈറ്റുകൾ മാറ്റി വളരെ പ്രകാശം ജ്വലിപ്പിക്കുന്ന നല്ല ലൈറ്റുകൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കണം. ഇല്ലെങ്കിൽ വളരെ അപകടകരമായ ഈ സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് പ്രിയപ്പെട്ട അധികാരികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരം ലൈറ്റുകൾ, ഈ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്ന പോലെ ഇത്തരം ലൈറ്റുകൾ മാറ്റി നല്ല പ്രകാശം ജ്വലിപ്പിക്കുന്ന ലൈറ്റുകൾ സ്ഥാപിച്ച് ഈ ബ്രൈറ്റ് ലൈറ്റിന്റെ ആവശ്യകത കുറച്ച്, നമുക്കറിയാം, എത്ര ബോധം ജനിപ്പിച്ചാലും, എത്ര ബോധവൽക്കരണം നടത്തിയാലും ബോധം ജനിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അടയാളങ്ങളോ സിഗ്നലുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡിന്റെ ലൈനുകളോ ഒന്നും തന്നെ അവർക്കൊരു ബാധകമേ അല്ല. എങ്ങനെ മുന്നിൽ കയറി പോകാം എന്നുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ വാഹന സംസ്കാരം. അതിനൊരു അറുതി വരുത്താൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് സത്വര നടപടികളും ഉണ്ടാകണം. ഒപ്പം ഈ രാത്രികാലങ്ങളിലെ യാത്ര വളരെ ദുഷ്കരമാണ്. ഈ ലൈറ്റുകളുടെ സ്ഥാനത്ത് നമുക്ക് വലിയ പ്രകാശം, നല്ല പ്രകാശം ജ്വലിപ്പിക്കുന്ന, പ്രകാശം ഉണ്ടാകുന്ന ലൈറ്റുകൾ സ്ഥാപിച്ച് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങൾ ഇതിനകത്ത് സത്വര നടപടി സ്വീകരിക്കണം എന്നപേക്ഷിക്കുന്നു. ഒപ്പം
നിങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിൽ ഈ ലൈറ്റുകളുടെ അവസ്ഥ കൂടി നിങ്ങളെ ഞാൻ കാണിക്കാം. കാരണം അവർക്ക് അവിടെയൊക്കെ തന്നെ ബ്രൈറ്റ് ലൈറ്റിന്റെ ആവശ്യമേ ഇല്ല. അവർക്ക് റോഡ് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ പോകുന്നത്. അതല്ലെങ്കിൽ നിയമം അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കാൻ അവിടുത്തെ നിയമം, അവിടുത്തെ ട്രാഫിക് സിസ്റ്റം വളരെ ശക്തമാണ്. അത്തരത്തിലുള്ള ഒരു ട്രാഫിക് സിസ്റ്റം നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും ഉണ്ടാകണം. ആ ഒരു വീഡിയോ കൂടി, ആ ഒരു സീൻ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അടിയന്തരമായിട്ട് ഇതിനകത്ത് സത്വര നടപടി സ്വീകരിക്കണം എന്നപേക്ഷിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ഇത്തരം തീവ്രപ്രകാശമുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് മൂലം ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗവും അമിത സ്പീഡും ഒഴിവാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. അത് നമ്മുടെ നാട്ടിലെ ട്രാഫിക് സംസ്കാരം അത്തരത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നത് ഒരുതരം അരങ്ങഴിഞ്ഞ ട്രാഫിക് സംസ്കാരമാണ് എന്നുള്ളതാണ് പച്ചയായ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത്തരം ബ്രൈറ്റ് ലൈറ്റുകളുടെ ഉപയോഗം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം വളരെ മറ്റുള്ള ആൾക്കാരുടെ കണ്ണിനെ കാഴ്ച നശിപ്പിക്കുന്ന തരത്തിൽ, വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ കാഴ്ച നശിപ്പിക്കുന്ന തരത്തിലാണ് അത്തരം ലൈറ്റുകൾ തന്നെ ഉള്ളത്. നമ്മൾ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം തീവ്രപ്രകാശമുള്ള വാഹനങ്ങളെ പരിശോധിക്കണമെന്നും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവുന്നത്. അതിന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നമ്മൾ പരാതികൾ കൊടുക്കുകയും അതിനനുസരിച്ചുള്ള ഇൻസ്പെക്ഷൻസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ ബ്രൈറ്റ് ലൈറ്റുകളുടെ ഉപയോഗം തന്നെ, ഇങ്ങനെ പ്രകാശമയമായ ഒരു സ്ട്രീറ്റ് ഉണ്ടെങ്കിൽ ഇത്തരം തീവ്രപ്രകാശമുള്ള ഈ ബ്രൈറ്റ് ലൈറ്റുകൾ നമുക്ക് ആവശ്യം തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെ കരുതുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ട കാഴ്ച ഒരു പ്രദേശത്തെ മാത്രമാണ്. പക്ഷെ മറ്റു പല പ്രദേശങ്ങളിലും അശേഷം ലൈറ്റുകളില്ല എന്നുള്ളതും വളരെ ദാരുണമായ ഒരവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരമാകട്ടെ, ഇതൊരു ചർച്ചയാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നത്. നന്ദി. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ബ്രൈറ്റ് ലൈറ്റുകൾ ആവശ്യമില്ലാതെ നിരത്തുകൾ, റോഡുകൾ പ്രകാശമയമാക്കുന്ന ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചുകൊണ്ട് നമുക്കും ഡിം ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന ആ ഒരു ട്രാഫിക് സംസ്കാരം നമ്മുടെ നാട്ടിലും ഉണ്ടാകണം. അതിനായിട്ട് പ്രിയപ്പെട്ട അധികാരികളെ, നിങ്ങളുടെ സത്വര ഇടപെടൽ ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.